സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ വെച്ച് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയോ പരിഗണിക്കുന്ന ഒരു സംസാരം സംസാരിക്കുകയോ സ്നേഹത്തിൻ്റെതായ ഒരു പെരുമാറ്റമുണ്ടാവുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞ ഒട്ടേറെ പാപങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ആയത്തിലൂടെ ഓതിക്കേൽപ്പിച്ചത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കാര്യങ്ങളെ മറച്ചു വെക്കുന്നവർ, മിനൽ കിതാബി, വേദഗ്രന്ഥത്തിലൂടെ പടച്ച റബ്ബ് നമുക്ക് സത്യം അവതരിപ്പിച്ച് തന്നിട്ട് ആ സത്യത്തെ മാലോകരുടെ മുമ്പിൽ പറയാതെ അത് മൂടിവെക്കുന്നവർ, വയസ്തറൂന ബിഹി സമനൻ ഖലീലാ, അതേ വളരെ തുച്ഛമായ വിലക്കത് വിൽപ്പന നടത്തുന്നവർ, ഈ സത്യത്തെ അവർ ജനങ്ങളോട് പറയാതെ മൂടിവെക്കുന്നത് എന്തിനാണ്? ഭൗതികമായ ലോകത്തെ എന്തെങ്കിലും സ്ഥാനം കിട്ടാനല്ലേ? ഭൗതികമായ ഈ ദുനിയാവിൽ ഏതെങ്കിലും നിലക്കുള്ള വിഭവങ്ങൾ കിട്ടാനായിരിക്കുമല്ലോ. പരലോക വിഭവങ്ങളെ അപേക്ഷിച്ച്, പരലോകത്തിൽ ലഭിക്കാനിരിക്കുന്ന ശാശ്വതമായ സുഖസൗകര്യങ്ങളെ അപേക്ഷിച്ച് ദുനിയാവിൽ എന്ത് കിട്ടിയാലും അത് തുച്ഛമാണല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബ് ഈ ഭൂമിയിലേക്ക് അവന്റെ വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച് തന്നിട്ട് ആ സത്യം മനസ്സിലാക്കിയ ആണാവട്ടെ പെണ്ണാവട്ടെ ആ സത്യം പറയേണ്ടിടത്ത് പറയാതെ അത് മൂടിവെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി, താൽക്കാലികമായ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അത് പറയാതെ മൂടിവെച്ച് കഴിഞ്ഞാൽ ഉലൈക കൂട്ടർ മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളിലേക്ക് അവര് ഭക്ഷിക്കുന്നില്ല, ഇല്ലന്നാർ, തീയല്ലാതെ അവര് ഭക്ഷിക്കുന്നില്ല. അവർക്ക് ദുനിയാവിൽ ഈ സത്യം മൂടിവെച്ചതിന്റെ പേരിൽ എന്ത് തന്നെ നേട്ടം കിട്ടിയിട്ടവര് ഭക്ഷണം കഴിച്ചാലും സുഖമനുഭവിച്ചാലും അതൊക്കെയും അവര് തീയാണ് തിന്ന് നടക്കുന്നത്. നരകത്തിലേക്കുള്ള പോക്കിനാണ് അവര് തുടക്കം കുറിക്കുന്നത്. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് സംസാരിക്കൂല എന്ന് പറയുമ്പോൾ അതേ പടച്ച റബ്ബ് നാളെ മഹ്ശറിൽ വെച്ച് ഇത്തരക്കാരോട് തീരമുണ്ടില്ലെന്നാണോ? അല്ല, അതിന് തഫ്സീർ കൊടുക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നു, അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ നരകത്തിലെ പാപികളോട് പോലും അല്ലാഹ് സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് കോപത്തിന്റെ സംസാരമാണ്. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ രൂപത്തിലുള്ള ശിക്ഷയിൽ നിന്ന് ഒരു അളവ് തരൂ എന്ന് പറയുമ്പോ അല്ലാഹ് അവരോട് പറയുന്നുണ്ടല്ലോ, ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ, നിങ്ങൾ അതിൽ നിന്ദ്യരും നീചരുമായി കൊണ്ട് കിടന്ന് ശിക്ഷ അനുഭവിച്ചോളൂ, എന്നോട് സംസാരിച്ചു പോകരുതെന്ന് അല്ലാഹ് അവരോട് മിണ്ടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാക്കുകൾ അവരോട് പറയില്ലെന്നല്ല അർത്ഥം. കാരുണ്യത്തിന്റെ ഒരു വർത്തമാനമില്ല, പരിഗണനയുടെ ഒരു നോട്ടമില്ല, ഒരു പ്രത്യേകം തൃപ്തിപ്പെട്ട ഒരു സംസാരം അത്തരക്കാരോടില്ല. അവരെ റബ്ബ് അവഗണിക്കുന്നു. വലാ യുസക്കീഹിം, അതേ അവരെ ഒരു നിലക്കും അല്ലാഹു പുകഴ്ത്തി പറയില്ല. അവരുടെ നേരെ കാരുണ്യത്തിന്റെ നോട്ടമില്ലാത്തതുപോലെ വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഉലൈകല്ലദീന ഇസ്തറഉ ദ്ദലാലത ബിൽ ഹുദാ, ഇങ്ങനെ ഈ പ്രവർത്തനം നടത്തുന്നവരെ അല്ലാഹു ഒരു കച്ചവടക്കാരെ പോലെയാണ് പറയുന്നത്. ഏത് കച്ചവടമായി ഇവര് നടത്തിയത്? ഉലൈക, ഈ സ്വഭാവമുള്ള കക്ഷികൾ, അല്ലദീന ഇസ്തറഉ ദ്ദലാല, ദുർമാർഗത്തെയാണ് അവർ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. ബിൽ ഹുദാ, സന്മാർഗം അവർക്ക് വേണ്ട. സന്മാർഗം വിൽപ്പന നടത്തിയിട്ട് പകരം അവർ ദുർമാർഗത്തെ എത്രേ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. വല്ലദാബ ബിൽ മഗ്ഫിറ, പടച്ച റബ്ബിന്റെ യഥാർത്ഥമായ ദീന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് കിട്ടാനുള്ളത് അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനമായിരുന്നല്ലോ. ആ മഗ്ഫിറത്ത് വേണ്ടെന്ന് വെച്ച് താൽക്കാലിക ലാഭത്തിന് വേണ്ടി റബ്ബിന്റെ ദീന് മൂടിവെച്ചവൻ, അതേ മഗ്ഫിറത്ത് റബ്ബിൽ നിന്ന് കിട്ടേണ്ടതിന് പകരം അദാബാണ് അവൻ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം,
ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തിയുടെ ചൂടിവർക്ക് എങ്ങനെ സഹിക്കാനാകുന്നു? നരകത്തിന്റെ കാര്യം കേട്ടിട്ടും ഇവർക്ക് എങ്ങനെയാണ് സബറാകാൻ കഴിയുന്നത്? അതേ, ഇത്രമാത്രം ശിക്ഷയുള്ള കാര്യമായിട്ടും എന്തേ ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുകയാണ്. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം എന്നതിന് അദ്ദേഹം കാരണം പറയുന്നു. വദാലിക ലിഅന്നഹു തആലാ, എന്തേ ഇങ്ങനെയാവാൻ കാരണം? അല്ലാഹു തആല ഗദ്ബാനുൻ അലൈഹിം, അവരുടെ മേൽ കോപിച്ചിരിക്കുകയാണ്. എന്തേ കോപിക്കാൻ കാരണം? ലിഅന്നഹും കതമൂ വഖദ് അലിമൂ, സത്യം അറിയാഞ്ഞിട്ടല്ലല്ലോ അവര് പറയാത്തത്, സത്യം പഠിക്കാത്തത് കൊണ്ടല്ലല്ലോ അവര് മൂടിവെച്ചത്, സത്യം അറിഞ്ഞിട്ടും അവരത് മൂടിവെച്ചതല്ലേ, സത്യം അറിഞ്ഞിട്ടും അവരത് പറയാതെ ഒതുക്കി വെച്ചതല്ലേ. അതുകൊണ്ട് ഫസ്തഹഖുൽ ഗളബ്, അല്ലാഹുവിന്റെ കോപത്തിന് അവർ അവകാശികളായി തീർന്നിരിക്കുന്നു. അതിനാൽ ഫലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം ബൽ യുഅദ്ദിബുഹും അദാബൻ അലീമാ, കാരുണ്യത്തിന്റെ നോട്ടം റബ്ബ് അവരെ നോക്കൂല, അവരെ പുകഴ്ത്തൂല, അവരെ അവിടെ വെച്ച് മുഅ്മിനീങ്ങൾക്കിടയിൽ അവർക്കൊരു പ്രശംസയും ഇല്ല, ഒരു പരിഗണനയുമില്ല. ബൽ യുഅദ്ദിബുഹും അദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷയാണ് അവരെ അല്ലാഹു ശിക്ഷിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഗൗരവമായ ഒരു കാര്യമാണ്. ഇത് ജൂത റബ്ബിമാരും അതുപോലെ തന്നെ ക്രൈസ്തവ പാതിരിമാരും അതേ അഹ്ബാറുകളും റുഹ്ബാനുകളുമൊക്കെ ശപിക്കപ്പെടാനുണ്ടായ പല കാരണങ്ങൾ ഖുർആൻ പറയുന്നിടത്തും അല്ലാഹ് പറഞ്ഞ കാരണം അവർ ഇൽമു മറച്ചു വെക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തൗറാത്തിലുള്ള പരാമർശം, ഇഞ്ചീലിൽ നബി തങ്ങളെ കുറിച്ചുള്ള പരാമർശം, അതേ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന ആ സത്യം ജൂത റബ്ബിമാർക്ക് അറിയാം, പുരോഹിതന്മാർക്കറിയാം. പക്ഷേ ജനങ്ങളിൽ നിന്നവർ മൂടിവെച്ചോ. ഇതെങ്ങാനും ജനമറിഞ്ഞു പോയാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ജനങ്ങൾ ആകർഷിച്ചാലോ, ആ ദീന് വളർന്നാലോ, ആ ദീനിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട സത്യമായിരുന്നിട്ട് പോലും അത് മൂടിവെക്കുന്ന അഹ്ബാറുകളും റുഹ്ബാനുകളും അതേ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏത് പണ്ഡിതന്മാരാണെങ്കിലും വൽ ഉലമാഉ അല്ലദീന യക്തുമൂന മാ ഇൻദഹും മിനൽ ഇൽമി, ഉലമാക്കൾ പണ്ഡിതന്മാര് അവര് പഠിച്ച അറിവുകൾ അവർ ജനങ്ങളോട് പറയാതെ മൂടിവെക്കുന്നു. ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ മസ്ലഹത്തിന് വേണ്ടിയാണ് എന്ന് ന്യായീകരണം പറഞ്ഞിട്ട് ഔ ത്വലബൻ ലിഅർളിൻ ദുന്യവിൻ, അല്ലെങ്കിൽ ദുന്യവിയായ വല്ല വിഭവങ്ങളും കിട്ടാൻ വേണ്ടിയൊക്കെ അവര് പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹ്ശറിൽ അവർക്കതാ പ്രത്യേകമായ രൂപത്തിലുള്ള ശിക്ഷയാണ് ഇതുകൊണ്ട് കിട്ടാനുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അറിഞ്ഞ ഇൽമ മൂടിവെക്കല്ല, അറിഞ്ഞ ഇൽമ മൂടിവെക്കരുത്. ഇൽമ ഓരോരുത്തർക്കും അല്ലാഹു നൽകുന്ന ഫളാണ്. അത് അല്ലാഹു ആർക്കൊക്കെയാണ് നൽകുക എന്ന് റബ്ബിനെ അറിയൂ. നൽകപ്പെട്ട ഇൽമിനോട് കാണിക്കേണ്ട ഒരു കൂറുണ്ട്. അല്ലാഹ് നമുക്കൊരു അറിവ് തന്നാൽ ആ അറിവ് നമുക്ക് നാഫിയായ അറിവായി തീരണമെങ്കിൽ പഠിച്ച നമ്മൾ അതുകൊണ്ട് പ്രവർത്തിക്കണം. നാം പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, എന്റെ കുടുംബം രക്ഷപ്പെടട്ടെ, എന്റെ സമൂഹം രക്ഷപ്പെടട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടി അത് പറയേണ്ടിടത്ത് പറയേണ്ടതും ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു കാര്യം ഞാനത് പറഞ്ഞാൽ എനിക്ക് ഇന്ന നഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതാ അത് പറയാനുള്ള സാധ്യത നമുക്കുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും അത് പറയാതെ മൂടിവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോളൂ, മാ മിൻ റജുലിൻ യഹ്ഫദു ഇൽമൻ ഫയക്തുമുഹു ഇല്ലാ ഉതിയ ബിഹി യൗമൽ ഖിയാമത്തി മൽജൂമാ ബിലിജാമിൻ മിൻ നാർ. ഇബ്നു മാജ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ മിൻ റജുലിൻ, ഏതെങ്കിലും ഒരു മനുഷ്യനതാ യഹ്ഫദു ഇൽമൻ, അയാൾ ഒരു അറിവതാ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്, അയാൾക്കൊരു കാര്യത്തെ
സംബന്ധിച്ച് മതപരമായി അറിവുണ്ട്, ഫയക്തുമുഹു, ആ ഇൽമ അയാൾ പ്രയോഗിക്കേണ്ടിടത്ത് പ്രയോഗിക്കുന്നില്ല, അത് പറയേണ്ടിടത്ത് പറയുന്നില്ല. അത് കാരണത്താൽ ജനങ്ങളൊക്കെ പിഴച്ചു പോകുന്നു, ജനങ്ങൾ ദീനറിയാതെ വിഷമിക്കുന്നു, ജനങ്ങൾ സത്യമെന്തെന്നറിയാതെ ഉഴലേണ്ടി വരുന്നു. ഈ ആലിമാണെങ്കിൽ അള്ള കൊടുത്ത അമാനത്തല്ലേ ഇൽമ. ആ അമാനത്ത് മൂടിവെക്കൽ ഖിയാനത്താണ്, അത് വഞ്ചനയാണ്. അമാനത്ത് ഏറ്റെടുത്ത പണ്ഡിതനാവട്ടെ, അതറിഞ്ഞ ഏത് മനുഷ്യനും അത് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് സഹായകരമാകുന്ന നിലക്ക്, അവർക്ക് മഹ്ശറിൽ ഉപകാരമാകുന്ന നിലക്ക് ആ സൽക്കർമ്മത്തെ അവരെ കൂടി അറിയിച്ചുകൊണ്ട് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് നിർവഹിക്കാഞ്ഞാൽ അവൻ യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ കൊണ്ടുവരപ്പെടുന്നത് എങ്ങനെയായിരിക്കും? അവൻ മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? മൽജൂമാ, കടിഞ്ഞാണിട്ടുകൊണ്ടാണ് അവനെ കൊണ്ടുവരപ്പെടുന്നത്. അവന്റെ മൂക്ക് കയറിട്ടുകൊണ്ടൊരു പ്രത്യേകമായി വികൃത വേഷത്തിലാ അവൻ അനയിക്കപ്പെടുന്നത്. എന്തുകൊണ്ടുള്ള കടിഞ്ഞാണാണ്? ബിലിജാമിൻ മിന്നാർ, അതേ തീ കൊണ്ടുള്ള കടിഞ്ഞാണ് ധരിപ്പിച്ചുകൊണ്ടാണ് മഹ്ശറിൽ അവൻ കൊണ്ടുവരപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇൽമ പഠിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പഠിച്ച ഇൽമനുസരിച്ച് അതിനോട് കൂറുപാലിക്കേണ്ട ബാധ്യതയുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട്, അതറിഞ്ഞിട്ടില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതിനോരോരുത്തരുടെയും കഴിവുകൾക്ക് പരിധികളും പരിമിതികളും ഉണ്ടാകാം. എന്ത് പരിമിതികളും പരിധികളും ഉണ്ടെങ്കിലും അതേ നമുക്ക് റബ്ബുൽ ആലമീൻ നൽകിയിട്ടുള്ള പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പഠിച്ച ഇൽമ വികസിപ്പിക്കാനും അത് പരത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസ പറഞ്ഞ വിഭാഗമല്ലേ അവര്. നവ്വറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫഅദ്ദാ കമാ സമിഅഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നവ്വറല്ലാഹു റഅൻ, ഒരു മനുഷ്യന് അല്ലാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പ്രാർത്ഥിച്ചു പോയിരിക്കുന്നു. എല്ലാ നിലക്കുള്ള സൗഭാഗ്യങ്ങളും അതേ അവന്റെ മുഖശോഭയും എല്ലാ നിലക്കുള്ള പ്രത്യേകമായ ആശംസകളും നബിതങ്ങൾ ഒരാളോട് പറയുകയാണ്. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? സമിഅ മഖാലതി, അവൻ എന്റെ ഒരു വർത്തമാനം അവർ കേട്ടു, എന്റെ ഒരു ഹദീസ് ഒരാൾ പഠിച്ചു, എന്റെ ഒരു ആദർശം, ഇസ്ലാമിന്റെ ആദർശം ഒരാൾ പഠിച്ചിട്ട് ഫഅദ്ദാ, അവനത് മൂടിവെക്കാതെ അതവൻ നിർവഹിക്കുന്നു. കമാ സമിഅ, ആ കേട്ടതിലും പഠിച്ചതിലും ഒരു പൊഴ്ത്തിവെപ്പും വഞ്ചനയും നടത്താതെ ശരിക്കും അത് സമൂഹത്തിന്റെ മുമ്പിൽ അത് പഠിപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യനെ അല്ലാഹു അവന് ശോഭ നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടിടത്ത് പറയേണ്ടത് പറയാതെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി സത്യത്തെ മൂടിവെക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കോപമുള്ള സംഗതിയാണ്. ഇത് നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം. അതുകൊണ്ട് വലിയ വിഷയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നമ്മൾ പഠിച്ചത് പറയേണ്ടിടത്ത് പറയണം. ഓരോരുത്തരുടെയും ഇൽമെന്താണ്, വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിവുകളും വ്യത്യസ്തമാണ്. എന്നാലും നമുക്കൊരാളോട് ഫോൺ ചെയ്ത് പറയാൻ കഴിയില്ലേ? ഇമെയിലിലൂടെ ഒരു സന്ദേശം കൈമാറാൻ കഴിയില്ലേ? പറയേണ്ടതും നിർവഹിക്കേണ്ടതുമായ സന്ദർഭങ്ങളിൽ അതേ ഞാനൊന്നിനുമില്ലെന്ന നിലക്ക് ആരുടെയെങ്കിലും മുഖസ്തുതി കിട്ടാനോ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ വേണ്ടി അതേ ജനത്തിനെ തൃപ്തിപ്പെടുത്തിയിട്ട് ആഖിറം നമ്മൾ പരാജയപ്പെടുത്തണോ? അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത് ഇവരുടെ കച്ചവടം മോശമായ കച്ചവടമാണ്, ഈ കച്ചവടം നഷ്ടക്കച്ചവടമാണ്. ദുനിയാവിലെ ചിലരുടെ മുഖസ്തുതി കിട്ടാൻ വേണ്ടി ആഖിറത്തിൽ റബ്ബിന്റെ വെറുപ്പ് വേണോ? അതുകൊണ്ട് അത്തരക്കാരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ഉലൈകല്ലദീന ഇസ്തറൗ ദലാലത ബിൽ ഹുദാ, സന്മാർഗത്തിന് പകരം അവർ ദുർമാർഗത്തെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. വൽ അദാബ ബിൽ മഗ്ഫിറ,
പാപമോചനമല്ലേ പണ്ഡിതന് കിട്ടാനുള്ളത്? നല്ലത് പറയുന്ന ആരായിരുന്നാലും അതേ വനലോകത്തുള്ള പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷിപറവാദികളും സമുദ്രത്തിലൂടെ ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളും അതേ മാളങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുറുമ്പുകൾ പോലും അള്ളാഹുവിന്റെ ദീന് പറയുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു, പാപമോചനത്തിന് വേണ്ടി തേടുന്നു എന്ന് പറയുമ്പോൾ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ എന്റെ മുമ്പിലിരിക്കുന്നവർ? നിങ്ങൾ പഠിക്കുന്ന ഇൽമിന് വിലയുണ്ട്, അതെത്തിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. നമ്മൾ കാണാത്ത, നമുക്ക് മനസ്സിലാകാത്ത ജീവികൾ വരെ നമുക്ക് വേണ്ടി റബ്ബിനോട് മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ ആ മഗ്ഫിറത്ത് കിട്ടേണ്ട, പണിയെടുക്കേണ്ട മനുഷ്യൻ മഗ്ഫിറത്ത് വേണ്ടെന്ന് വെച്ച് പടച്ച റബ്ബിന്റെ അദാബാണ് അവൻ വിലക്ക് വാങ്ങുന്നത്. അതാണല്ലോ പറയുന്നത് വൽ അദാബ ബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിന് ബദലവൻ അദാബിനെയാണ് വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തിയുടെ കാര്യത്തിൽ ഇത്ര സബർ ഇവർക്കുണ്ടോ? എന്താണ് ഇവർക്ക് ഇത്ര സഹനം കൊടുക്കുന്നത്? നരകണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ പണി മാറ്റാത്തത് എന്താണെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മുസ്ലിമീങ്ങളെ, സഹോദര സഹോദരി, നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അറിഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ പറയേണ്ട സന്ദർഭം വരും. സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതല്ല. പറയേണ്ട സന്ദർഭങ്ങൾ വരും. ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ നമ്മൾ ഇടപെടൽ ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്ന ഘട്ടങ്ങൾ വരും. അവിടെ നമ്മൾ പറയണം. പറഞ്ഞാ സമാധാനിക്കാം. ഞാൻ എന്റെ ബാധ്യത നിർവഹിച്ചല്ലോ, ഞാൻ എന്റെ ബാധ്യത നിർവഹിച്ചല്ലോ. ഞാൻ പഠിച്ചതിനോട് ഞാൻ കാണിക്കുന്ന അമാനത്താണ്, എന്റെ അമാനത്താണ്, നിങ്ങളുടെ അമാനത്താണ്. അതുകൊണ്ട് മഹ്ശറിൽ പടച്ചറബിന്റെ പ്രത്യേക പരിഗണന നഷ്ടപ്പെട്ടു പോകുന്ന, ഏറ്റവും വലിയ ശാപകോപങ്ങൾക്ക് വിധേയരാകുന്ന ഈ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ആണിനും ബാധ്യതയുണ്ട്, പെണ്ണിനും ബാധ്യതയുണ്ട്. ഓരോ സന്ദർഭങ്ങളിൽ താൻ അറിയുന്ന ചില കാര്യം സമൂഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരത് വിവരം ഉണ്ടാവില്ല, അവരത് പറയണം. കൂടിയവരുടെയൊക്കെ മുഖം തെളിഞ്ഞോ ഇല്ലേ നമ്മൾ നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ മുഖങ്ങൾക്ക് ശോഭ കിട്ടണോ, നമ്മുടെ മുഖങ്ങൾക്ക് തെളിമ വേണോ, പ്രകാശം വേണോ, ബാധ്യത നിർവഹിച്ചോളണം എന്നാണ് ഈ ആയത്തിലൂടെയും ഞാൻ നിങ്ങളെ കേൾപ്പിച്ച അതിന് പോൽബലകമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പഠിക്കുക, ഇൽമ് പഠിക്കുക, പ്രാവർത്തികമാക്കുക, പ്രചരിപ്പിക്കുക. തന്നിഷ്ടത്തിന് വേണ്ടി ഒന്നും മൂടി വെക്കരുത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ലോകത്തിന് ഏറ്റവും വലിയ പലപ്പോഴും ശാപം എന്താണ്? ഏറ്റവും വലിയ ശാപം എന്താണ്? പറയാൻ കഴിവുണ്ടായിട്ട് പോലും പറയാതെ, സമൂഹത്തിന്റെ മുമ്പിൽ കയ്യടിക്ക് വേണ്ടി, സമൂഹത്തിന്റെ മുമ്പിൽ പല സത്യങ്ങളും സമൂഹത്തെ പേടിച്ചുകൊണ്ട് മൂടിവെക്കുകയാണ്. ഇതിൽ പരം എന്താണ് ഒരു സങ്കടം? സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നു, പണക്കാരാണ് ചെയ്യുന്നത്, വലിയ പേരുള്ളവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിണ്ടിക്കൂടെ ഒറ്റപ്പെട്ടു പോകും എന്ന നിലക്ക് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ലോകത്ത് എല്ലാവരും മിണ്ടാതായാൽ ഈ ലോകത്ത് ഈ സത്യം നടക്കുമോ? ഈ ലോകത്ത് സത്യം നിലനിൽക്കുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് ഇൽമു മനസ്സിലാക്കിയ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നാണ് എന്നോടും നിങ്ങളോടുമൊക്കെ എനിക്ക് ഉണർത്തുവാനുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീഖും കരുത്തും നൽകുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു പാപം ഏതാണ്? ഇന്നല്ലദീന യശ്തറൂന ബിഅഹദില്ലാഹി വ ഈമാനിഹിം സമനൻ ഖലീലാ أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم إن الذين يشترون بعهد الله وإيمانهم ثمنا قليلا അള്ളാഹുവിനോട് എടുത്തിട്ടുള്ള കരാറുകളെ, അള്ളാഹുവിങ്കൽ നിന്ന് നമ്മളൊക്കെ വാങ്ങിയിട്ടുള്ള കരാറുകളെ ദുന്യാവിന്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി വിൽപ്പന നടത്തുന്ന കക്ഷികളാരോ, ആഖിറത്തിൽ അവർക്ക് ഒരു ഓഹരിയുമില്ല. അല്ലാഹ് അവരോട് മിണ്ടൂല, നോക്കൂല, അവരെ പ്രശംസിക്കൂല, അവർക്ക് കഠിനമായ ശിക്ഷയുമുണ്ട് എന്ന് പറഞ്ഞ ഈ ആയത്തിലും ഒരുപാട് വിഷയങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അള്ളാഹുവിനോട് നമ്മൾ എടുത്ത കരാറാണ് അവനെ അനുസരിച്ച് ജീവിക്കാനും അവന്റെ ദീനിന്റെ കൽപ്പനകൾ പാലിക്കാനും ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ്. അതിൽ വഞ്ചന നടത്തുന്നത്, ദുന്യാവിന് വേണ്ടിയിട്ട് നമ്മൾ ദീനിനെ വിൽപ്പന നടത്തലാണ്.
അതിനോട് ഉപോത്ബലകമായിട്ട് ഒട്ടേറെ ഹദീസുകൾ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ഒരു ഹദീസും മഹാനവറുകൾ കൊടുത്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകൾ അല്ലാഹ് അവരോട് കാരുണ്യത്തിന്റെ വർത്തമാനം പറയൂല, സ്നേഹത്തിന്റെ നോട്ടം അന്ത്യനാളിൽ അവർക്കുള്ള നോക്കൂല, അവരെ പ്രശംസിക്കൂല, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. ഈ ആമുഖങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇതങ്ങ് പറഞ്ഞപ്പോൾ അതേ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻഹും, ആരാണ് ഈ വിഭാഗം ആളുകൾ? ഖസിറു വഖാബു, ഇവര് വല്ലാത്ത നഷ്ടക്കാരാണല്ലോ, ഇവര് വമ്പൻ പരാജയത്തിൽപ്പെട്ടവരാണല്ലോ. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത് ചോദിക്കുകയാണ്. ആരാണ് ഇത്തരം ഹതഭാഗ്യർ? ഇത്രത്തോളം വലിയ ഹതഭാഗ്യവാന്മാർ ആരാണ്? ഉടനെ വആദഹു റസൂലുള്ളാഹി സലാസ മർറാത്ത്, 3 തവണ വീണ്ടും പ്രവാചകൻ ഇത് തന്നെ ആവർത്തിച്ചു. നോക്കൂലേ അവരെ, മിണ്ടൂല അവരോട്, പരിഗണിക്കൂലേ അവരെ, ആവർത്തിച്ച് പറയാണ് അവർക്ക് ശിക്ഷയാണ്, ശിക്ഷയാണ് എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നു. 1 അൽ മുസ്ബിലു, അൽ മുസ്ബിലു. 2 വൽ മുൻഫിഖു സലഅതഹു ബിൽ ഹലിഫിൽ കാദിബി. 3 വൽ മന്നാൻ. 1 നബി തങ്ങൾ എണ്ണുന്നത് അൽ മുസ്ബിലു, ഉടുമുണ്ട് നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവനാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒട്ടേറെ ഉത്ബോധിപ്പിക്കപ്പെട്ട ഉത്ബുദ്ധരായ ഒരു സദസ്സിന്റെ മുമ്പിൽ ഞാനത് വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, നാം അത് ശ്രദ്ധിക്കുന്നവരുമാണ്. പക്ഷേ എന്നാലും എത്രയോ സഹോദരങ്ങൾ ഇക്കാര്യം ഇപ്പോഴും ഗൗരവത്തോടെ എടുത്തിട്ടില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിലൊരു തെറ്റും കാണുന്നുമില്ല. ഉടുമുണ്ട്, പാൻസോ മറ്റെന്തെങ്കിലുമോ നെരിയാണിക്ക് താഴെ പോയാൽ എന്താണ് അതിൽ ഇത്ര പ്രശ്നം എന്ന് വരെ ചോദിക്കുന്ന ഒരവസ്ഥയോളം ആളുകളുടെ വിവരക്കേട് പലപ്പോഴും അഹങ്കാരം ചെന്നെത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉസ്റത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ഉടുമുണ്ട്, ഇലാ അൻസാഫി സാഖൈഹി, അവന്റെ കണങ്കാല് വരെയാണ്. കണങ്കാലിന്റെ പകുതിയോളമാണ് ഏറ്റവും നല്ലത്. ലാ ജുനാഹ അലൈഹി, മാക്സിമം എത്രയാവാ, മാക്സിമം എത്ര താഴ്ത്താം? ലാ ജുനാഹ അലൈഹി ഫീമാ ബൈനഹു വബൈനൽ കഅബൈൻ, അതേ അവന്റെ ആ നെരിയാണിയുടെ എല്ലിന്റെ മുകളിൽ നിൽക്കുന്ന നിലക്ക് അത് രണ്ടിനും ഇടയിലായി കൊണ്ടവന് ധരിക്കാം. മാ അസ്ഫല മിൻ ദാലിക, കഅബൈനിയുടെയും താഴെ തൂങ്ങുന്നത്, നെരിയാണിയുടെ എല്ലിനെയും താഴെ തൂങ്ങുന്നത് ഫഫിന്നാർ, നരകത്തിലാകുന്നു. അത് നരകമാണ്, അതിന് ശിക്ഷ എന്ന് പറയുമ്പോൾ ഇതൊരു നിസ്സാരമായ കാര്യമാണോ പ്രിയപ്പെട്ടവരെ? ഇതൊരു വലിയ ഒരു പ്രശ്നമാക്കേണ്ടതില്ലാത്ത കാര്യമാണോ? അതുകൊണ്ട് നമ്മുടെ വസ്ത്രം ഒരിക്കലും നെരിയാണിക്ക് താഴെയാകാൻ മനഃപൂർവ്വം ഇടവരരുത്. ചിലപ്പോ നമ്മൾ തുണിയെടുത്താലും പാൻസ് എടുത്താലും ഒക്കെ അതേ ചില ഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ ഒന്ന് താഴ്ന്നു പോയേക്കും. നമ്മൾ അറിയാതെ അങ്ങനെ സംഭവിക്കുന്നത് നാം കുറ്റക്കാരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതിനെക്കുറിച്ച് സംശയ നിവാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നടത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും കൊടുത്തിട്ടുണ്ട്. അറിയാതെ താഴ്ന്നു പോകുന്നത് തെറ്റല്ല, പക്ഷേ മനഃപൂർവ്വം ഞാൻ അങ്ങനെ തന്നെ ഉടുക്കൂ എന്ന നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താൽ ഫഫിന്നാർ, നരകമാണെന്ന് മനസ്സിലാക്കിക്കോ. തീർന്നില്ല, അള്ളയവരെ നോക്കൂല, മിണ്ടൂല, പരിഗണന മഹ്ശറില്ലവർക്കില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയവർക്കുണ്ട്. ഇത് ഗൗരവത്തോടെ കാണണം. പാപികൾ മഹ്ശറിൽ നാം നമ്മുടെ ഈ വിഷയം നമ്മൾ പറയുന്നത്
ഈമാനോടുകൂടെ മരിച്ചുപോയ ആളുകൾ തന്നെ പാപം ചെയ്ത ആ പാപത്തിന്റെ ശിക്ഷ അവിടെ ഏറ്റുവാങ്ങേണ്ടി വരും മഹ്ശറിൽ പ്രത്യേകം. ഈ നിലക്ക് കാഫിറുകളെ കുറിച്ചല്ല ഈ പറയുന്നത്, മുശ്രിക്കുകളെ കുറിച്ചല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയി. അതല്ലാതെ തന്നെ നമ്മളിൽ സംഭവിക്കുന്ന പാപങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനാണ്. നാം ഓരോരുത്തരും ഇത് ഗൗരവത്തോടെ എടുക്കാനാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഓരോരുത്തരും ശ്രദ്ധിക്കണം. നെരിയാണിക്ക് താഴെ ഒരു വസ്ത്രവും തൂങ്ങണ്ട മനഃപൂർവം. അത് വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതേ പിന്നെ രണ്ടാമത് അവിടുന്ന് എണ്ണുന്നത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബി, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്ന കച്ചവടക്കാരൻ. കളവാണവൻ. എന്തേ ഇത്ര വലിയ പാപമാകാൻ കാരണം? അവനതാ ഇതിലൂടെ 2-3 തെറ്റുകൾ അതിലൂടെ സംഭവിക്കുകയാണ്. ഒന്നാമതായി അവൻ കള്ളസത്യം മുഖേന റബ്ബിനെ വിലകെടുത്തലല്ലേ. വല്ലാഹി എന്ന് പറയുമ്പോ അള്ളാഹ് അവനൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. അവൻ അറിയാമല്ലോ താൻ നുണയാ പറയുന്നതെന്ന്. നുണ പറയുന്നതിന് മേമ്പൊടിയായിട്ടും അള്ളാന്റെ പേരിൽ സത്യമിടുന്നവന് പടച്ച റബ്ബിനെ വില കൽപ്പിക്കാതെ പോയില്ലേ? ഒരു പാപം അത് തന്നെ. അന്യന്റെ പണം അങ്ങനെ കള്ളസത്യം ചെയ്തിട്ട് തട്ടിയെടുക്കാൻ ഇടവരുന്നു എന്നത് രണ്ടാമത്തെ കുറ്റം. അതുകൊണ്ടും തീർന്നില്ല. സത്യം ചെയ്യുന്നത് കേൾക്കുമ്പോൾ കസ്റ്റമർ വിചാരിക്കുകയാണ് ഇവൻ അള്ളാനെ വിശ്വാസമുള്ള വ്യക്തിയാണ്, എന്നെ പറ്റിക്കില്ല വല്ലാ എന്നൊക്കെ പറയുമ്പോ ഇവനൊരു ഈമാനുള്ള ഈമാൻദാരിയാണ്, കക്ഷിയാണല്ലോ, ഈമാനുള്ളവനാണല്ലോ, എന്നെ പറ്റിക്കില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവനുമായി ഇടപാട് നടത്തുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനെ ഇവൻ വഞ്ചിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ റബ്ബിനെ നിസ്സാരപ്പെടുത്തൽ അതിലുണ്ട്, അന്യന്റെ പണം അപഹരിക്കൽ അതിലുണ്ട്, വിശ്വാസിയോട് വിശ്വാസ വഞ്ചന കാണിച്ച് ചതിക്കൽ അതിലുണ്ട്. ഈ പാപങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കഠിനമായ തെറ്റാണത്. ഇന്ന് മാർക്കറ്റ് എടുത്ത് നോക്കിയ ഇതില്ലാത്തൊരു കച്ചവടം എവിടെയെന്ന് നോക്കിയിട്ട് നടക്കണ്ടു, ഉള്ളത് എവിടെയെന്ന് നോക്കണ്ട. ഇല്ലാത്തൊരു കച്ചവടം ചോദിക്കുകയാണ് ഇതേതാ ബ്രാൻഡ് സാധനം. അതേ ജപ്പാൻ തകരുന്നതിന്റെ മുമ്പ് ആളുകൾ ചോദിച്ചു മേഡ് ഇൻ ജപ്പാൻ ആണോ? അതേ കച്ചവടക്കാരൻ സെയിൽസ്മാൻ പറയും വല്ലാ വല്ലാ, അതെ അവൻ വിശ്വസിച്ചു പോയി. നുണയാ പറയുന്നത്, ഇല്ലാത്തതാ പറയുന്നത്, മോശമായ കാര്യമാണ് താൻ വിൽപ്പന നടത്തുന്നതെന്ന് അറിയാവുന്ന സെയിൽസ്മാൻ തന്നെ മുതലാളിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കള്ളം പറയുന്നുവെങ്കിൽ അത്തരം ജോലികൾ തുടരണോ തുടരണ്ടേ? നമുക്ക് ബർക്കത്തുള്ള മറ്റു ജോലികൾ അല്ലാഹ് തരില്ലേ? അതിലേക്കൊന്ന് മാറാൻ ചിന്തിച്ചുകൂടെ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് എത്രത്തോളം സൂക്ഷ്മതയോടെ ജീവിക്കാൻ കഴിയുമോ അതിനുള്ള പഴുതുകൾ നമ്മൾ അന്വേഷിച്ചിട്ടും കിട്ടിയില്ലെങ്കിലല്ലേ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമുക്ക് അല്പമെങ്കിലും രക്ഷ കിട്ടൂ. അന്വേഷിക്കാത്തത് കൊണ്ടാണെങ്കിലോ, അതെ അതിനുവേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ടാണെങ്കിലോ നമുക്ക് പരാജയം തന്നെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, കള്ളസത്യം ചെയ്തിട്ടൊരു ചെലക്ക് ചെലവഴിക്കണ്ട. കള്ളസത്യം ചെയ്തിട്ട് ഇല്ലാത്തത് പറഞ്ഞിട്ട് ചെലവഴിക്കലാണ് ഇന്നത്തെ പരസ്യ കമ്പോളം. എന്തിനാണ് പരസ്യങ്ങൾ, എന്തിനാണ് ഈ രൂപത്തിലുള്ള ആഡുകളൊക്കെ എല്ലായിടങ്ങളിലും ഇങ്ങനെ വെക്കുന്നതും പ്രചരിപ്പിക്കുന്നതും? പരസ്യം എന്ന് പറയുമ്പോൾ തന്നെയും ആ പരസ്യത്തിൽ നിഴലിച്ച് നിൽക്കുന്നത് ആ വസ്തുവിൽ ഇല്ലാത്തതാ പെരുപ്പിച്ച് പറയുന്നത്. ആ വസ്തുവിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പെരുപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ കളവ് പറഞ്ഞ് കള്ളസത്യം ചെയ്തുകൊണ്ട് അങ്ങനെ വിൽപ്പന നടത്തുമ്പോൾ മഹ്ശറിൽ ഇവൻ അവഗണിക്കപ്പെടുകയാണ്. കഠിനമായ ശിക്ഷയാണ് വരാൻ പോകുന്നത്. ഇനിയും ശ്രദ്ധിച്ചോ. മൂന്നാമതായി വൽ മന്നാൻ, മൂന്നാമത്തെ വിഭാഗത്തെ എണ്ണിയത് കൊടുത്തത് എടുത്തു പറയുന്നവനാണ്. കൊടുത്തത് എടുത്തു പറയുക, അതിനവന് പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബഖീൽ എന്ന സ്വഭാവമുണ്ടെങ്കിൽ ബുഖലുള്ളവനാണ് അത് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിൽ വളരെ പിശുക്ക് കാണിക്കുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും വല്ലവർക്കും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് പിന്നെ എന്നും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. ബഖീലിന്റെ സ്വഭാവമാണത്.
അവൻ പിശുക്കനാണ്. പിശുക്കൻ എപ്പോഴോ വന്ന് കൊടുത്തും പോയി, കൊടുത്തത് അവൻ എന്നും പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉജ്ബാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നാണ് അവൻ വാങ്ങിയത്, ഞാനുള്ളവനാണ്, എന്റെ ഹൈറാത്ത് പറ്റിയവനാണെന്നൊന്നും ആലോകരുടെ മുമ്പിൽ അവനെ വഷളാക്കണം എന്ന ഉജ്ബും അവന്റെ ഹൃദയത്തിലുണ്ട്, കിബറും അവന്റെ ഹൃദയത്തിലുണ്ട്. ഞാനുള്ളവനാണ്, ഇവൻ ഇല്ലാത്തവനാണെന്ന് മറ്റവനെ അപമാനിക്കുന്ന അതേ ജനങ്ങളോട് പുച്ഛമനോഭാവം കാണിക്കുന്ന കിബറും ഇത്തരക്കാരിൽ വരും. അതുകൊണ്ട് ബുഖലും അതുപോലെ തന്നെ ഉജ്ബും അതുപോലെ തന്നെ കിബറും ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടുമ്പോൾ അവനിൽ നിന്ന് പുറത്തു വരുന്ന ഗുണമാണ്, ദുർഗുണമാണ് അൽ മന്നാൻ. അതേ കൊടുത്ത ഉപകാരങ്ങളെ എടുത്ത് വിളിച്ചു പറയുന്നവൻ, അവൻ ആഖിറത്തിൽ വലിയ പരാജയമാണ്. ഖാബു വഖസിറു, ഖാബു വഖസിറു. അവർ പരാജയപ്പെട്ടു, അവർ നഷ്ടപ്പെട്ടു, അവർ പരാജയപ്പെട്ടു, അവർ നഷ്ടപ്പെട്ടു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതും വലിയ ഗൗരവമായി ഗുരുതരമായ പാപമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതേ കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ വേറൊരു ഭാഗം ആളുകൾ വറജുലുൻ മനാ ഫളമൈൻ, അതേ തന്റെ കയ്യിൽ മിച്ചമുള്ള വെള്ളം തടഞ്ഞവൻ, തന്റെ കയ്യിൽ മിച്ചമുള്ള കുടിവെള്ളം ഒരാൾക്ക് കൊടുക്കാതെ, ആവശ്യക്കാരന് വെള്ളം ആവശ്യമുണ്ടായിട്ട് തന്റെ പറമ്പിലെ കിണറ്റിൽ നിന്നൊരിത്തിരി വെള്ളം കൊടുക്കാതെ, അതല്ലെങ്കിൽ തനിക്ക് കഴിയുന്ന സന്ദർഭമായിട്ടും ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ ദാഹം തീർക്കാൻ ഒരു നിലക്കും മനസ്സിന് അരിവ് കാണിക്കാത്ത മനുഷ്യനോട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിണ്ടൂലാന്ന് പറഞ്ഞില്ലേ, അതാ റബ്ബ് മിണ്ടുന്ന വേറൊരു രൂപം കേട്ടോ. ഫയഖൂലുല്ലാഹ്, ഇത്തരം കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമകളോട് അല്ലാഹ് അവിടെ വെച്ച് പറയും, അൽയൗമ അംനഉക ഫദ്ലി കമാ മനഅത ഫദ്ല മാ ലം തഅമൽ യദാക്. എടോ, നിനക്കൊരു ചെലവുമില്ലാതെ നീ കൈയടക്കി വെച്ച നിന്റെ ബാക്കിയുള്ള വെള്ളം നീ തടഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിനക്കുള്ള സർവ്വ ഔദാര്യങ്ങളും എന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് കിട്ടൂല. എന്റെ ഫദ്ലിൽ നിന്ന് നിനക്ക് ഒട്ടും നൽകാതെ ഞാനും നിന്നോട് തടഞ്ഞു വെക്കുന്നു എന്ന് അല്ലാഹ് അവരോട് പറയുമെന്ന് അതേ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പൊ ഇതും വലിയ പാപമാണ്, ഇതും വലിയ പാപ. അവന്റെ അടുത്തുള്ളൊരു ഉപകാരം കൊടുക്കാൻ കഴിഞ്ഞിട്ട് കൊടുക്കാതെ തടഞ്ഞു വെച്ച ഒരാളെ ദ്രോഹിക്കുക, ഉള്ള വെള്ളം മുക്കാൻ സമ്മതിക്കൂല, കൊടുക്കാൻ സമ്മതിക്കൂല, ബാക്കിയുള്ളത് അങ്ങോട്ട് പറ്റൂല, അങ്ങോട്ട് കിടക്കാൻ പറ്റൂല, വെള്ളം കുടിക്കൂടാ, വെള്ളം എടുത്തൂടാ, അത് തീരെ അനുവദിക്കൂല എന്നൊക്കെ പറയുന്ന അയൽവാസികളും അല്ലാത്തവരൊക്കെ അല്ലേ പടച്ച റബ്ബ് പറയുന്നാണ്, എന്റെ ഫളിൽ നീ തടഞ്ഞില്ലേ ദുനിയാവിൽ വെച്ച്, ഇന്ന് നിന്നോടതാ നിനക്ക് എന്നിൽ നിന്ന് ഒരു ഫളിലും ഞാൻ തരൂല, ഞാനും തടഞ്ഞു വെക്കുന്നു. അതെത്ര വലിയ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും കൂട്ടത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്ന വേറെയും പാതകങ്ങൾ, ഇതേപോലെയുള്ള പാതകങ്ങളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. സഹീഹ് മുസ്ലിമിലും നസായിലും ഒക്കെ നമുക്ക് കാണാവുന്ന ഹദീസാണ്. ശൈഖുൻ സാനിൻ വമലികുൻ കദ്ദാബ് വആയിലുൻ മുസ്തക്ബിറുൻ. മൂന്ന് വിഭാഗം ആളുകൾ, അവരോടും അല്ലാഹ് മിണ്ടൂല, സംസാരിക്കൂല, കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ശൈഖുൻ സാനിൻ, വൃദ്ധനായ വ്യഭിചാരി, വൃദ്ധനായിട്ടും വ്യഭിചരിക്കാൻ നടക്കുന്നവൻ. യുവാക്കൾക്ക് വ്യഭിചരിക്കാനാണോ? അല്ല. പിന്നെന്താ ഈ പറയുന്നത്? ഒരു യുവാവ് വ്യഭിചരിക്കാൻ പലപ്പോഴും അവന് നിമിത്തമായ അവന്റെ പ്രത്യേകമായ അവസ്ഥകൾ ഉണ്ടാകും. ഈ പടുകിളവനെന്തേ ഈ പ്രായം ഇങ്ങനെ ആയിട്ടും ഈ പണി ചെയ്യുന്നത്? അത്രയും മോശമായിട്ടും ഈ വൃത്തികെട്ട പണി മാറ്റാതെ അതേ മോശപ്പെട്ട രൂപത്തിൽ ഇങ്ങനെ ജീവിച്ച് ഒരുപാട് പ്രായവും നാളുമൊക്കെ ആകുമ്പോ ജീവിതത്തിൽ കുറെ കണ്ടും കേട്ടും പരിചയിച്ചിട്ടും പടച്ച റബ്ബിന്റെ ഒരുപാട് ആയുസ്സുകളും സുഖങ്ങളും അനുഭവിച്ചിട്ടും ഇപ്പോഴും നന്ദി കെട്ട് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കാവുന്ന പ്രായം എന്ന് നമ്മളൊക്കെ സാധാരണ പറയുന്ന ഈ സമയത്തും തോന്നിവാസവും വൃത്തികെട്ട ജീവിതവും നയിക്കുന്നവൻ അതേ മറ്റുള്ളവരെക്കാൾ കടുത്ത തോന്നിവാസിയാണ്. അതാ ശൈഖുൻ സാനിൻ എന്ന് പറഞ്ഞത്. രണ്ടാമത് വമലികുൻ കദ്ദാബ്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാവ്. ഒരു രാജാവിന് കള്ളം പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ, രാജാവിന്റെ അടുത്ത് എന്തുമുണ്ടല്ലോ.
സാധാരണക്കാരൻ കള്ളം പറയുന്നത് എന്തെങ്കിലും നേടാനാവാം. രാജാക്കൾ എന്തിന് കള്ളം പറയണം? അങ്ങനത്തെ ഒരു ആവശ്യമില്ലാതെ അതേ ഒരു കള്ളം പറയുന്ന രാജാവാണെങ്കിൽ അയാൾക്കും മഹാപാതകമാണ്. ദരിദ്രനായ അഹങ്കാരിയും ദരിദ്രനാണ്, പണ്ടേ ഒന്നുമില്ല, ഒരു കാശോ അവന്റെ കയ്യിലില്ല, അഹങ്കാരത്തിനൊട്ടും കുറവുമില്ല. ദരിദ്രൻ എന്താ അഹങ്കരിക്കാൻ അവകാശം? എന്തെങ്കിലും ഉള്ളവൻ അഹങ്കരിക്കുകയാണെങ്കിൽ അത് കേൾക്കാനും കാണാനും ഒരു ചന്തണ്ട്. ഒന്നുമില്ലാത്തവൻ അഹങ്കാരം മുമ്പിലുണ്ട്, ഒത്തിനും ഒരു കഴിവുമില്ല, ഒരു സംഗതിക്കും അവനൊട്ടില്ലതാനും എന്ന് പറയുമ്പോൾ അവന്റെ വെറും കുശുമ്പും അവന്റെ ധിക്കാരവും തോന്നിവാസവും വർദ്ധിച്ചുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ മൂന്ന് കൂട്ടരും തീരെ അർഹതപ്പെടാത്തതും ആവശ്യമില്ലാത്തതുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ആര് പ്രായക്കാര് ചെയ്താലും, ആര് കള്ളം പറഞ്ഞാലും, ആരഹങ്കരിച്ചാലും, ആര് വ്യഭിചരിച്ചാലും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത്തരക്കാരിലാകുമ്പോൾ ഗൗരവം കൂടുന്നു, ശിക്ഷ വർദ്ധിക്കുന്നു. ഇതാണ് ഇപ്പോഴും കണ്ടിട്ടില്ലേ, വലിയ വലിയ പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര വലിയ താല്പര്യ പല തോന്നിവാസങ്ങളിലും. കളവന്മാരെന്ന് പറയും, ഭയങ്കര താല്പര്യമാണ് തോന്നിവാസങ്ങളിൽ. ആ രൂപത്തിൽ അവര് അതിന് മുമ്പൊന്നും എണീക്കൂല, അത് കേൾക്കുക, കാണുക, ആനന്ദം, എല്ലാ വൃത്തികേടുകളും ഈ രൂപത്തിൽ സൂക്ഷിക്കണം. പ്രായം നാളൊക്കെ ആവുമ്പോ കൂടുതൽ പടച്ചോനെ പേടി വരേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരുമല്ലോ നമ്മളെ മനസ്സിൽ, പോകാനെടുത്തു, എപ്പോഴും ആവാ, ഞാനൊന്ന് നന്നാവണല്ലോ, ജീവിതത്തിൽ ഒരു മാറ്റം വരണല്ലോ, പല കാലഘട്ടങ്ങളും പലതും അറിവില്ലായ്മ കൊണ്ട് പലതൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ ചിന്തിച്ച് ഒരു മാറ്റം വരേണ്ട ഘട്ടത്തിൽ പോലും തോന്നിവാസത്തിൽ മുഴുകുകയാണെങ്കിലോ അവനേക്കാൾ വലിയ തെമ്മാടിയാരാവുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗുരുതരമായ ശിക്ഷയും ഭവിഷ്യത്തും ഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇനിയും കേട്ടോളൂ അത്തരത്തിലുള്ള ചില പാപങ്ങൾ. സലാസത്തുൻ, മൂന്ന് കൂട്ടം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അല്ലാഹു നോക്കൂലെന്ന് പറഞ്ഞ വേറെ ചില പാപികൾ. അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ. വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ ഉത്ബുദ്ധരാണ്. മാതാപിതാക്കളാണ് നമുക്ക് ഏറ്റവും കടമപ്പെട്ടവരാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, പരിഗണിക്കപ്പെടേണ്ടവരാണ്. ആ രൂപത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് അവഗണനയും വെറുപ്പും കോപവും അവരോട് കയർത്ത് സംസാരിക്കലും അങ്ങനെ അവരെ മനസ്സ് വിഷമിപ്പിച്ചാൽ നരകം ഉണ്ട് എന്നുള്ളതിന്റെ പുറമെ ഈ രൂപത്തിലുള്ള എല്ലാ ശിക്ഷകളും അവർക്ക് വരാൻ പോകുന്നു. ഖിയാമത്ത് നാളിൽ വേറെ എങ്ങനെ മനസ്സിലാവും? ഇപ്പൊ ഉമ്മാനെ തല്ലിയവനാ, ഉമ്മാനെ കോപിപ്പിച്ചവനാണ്, ഉമ്മാനെ വിഷമിപ്പിച്ചവനാ, വേറെ തിരിയുന്നതാണ്. അതാ മഹ്ശറിൽ പാപികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കൊക്കെ തിരിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഈ രൂപത്തിൽ അവഗണനയും അതുപോലെയുള്ള പ്രയാസങ്ങളുമൊക്കെ മഹ്ശറിൽ വരാനിരിക്കുകയാണ്. രണ്ടാമത്തെ ഈ ഭാഗത്തെ എണ്ണുന്നു. വൽ മർഅത്തുൽ മുതറജ്ജില അൽ മുതശബ്ബിഹതു ബിർരിജാൽ, ആണാവാൻ വെമ്പുന്ന പെണ്ണ്, അതേ സംസാരത്തിലും നടത്തത്തിലും കോലത്തിലും വേഷത്തിലും എല്ലാത്തിലും ആണാവാനുള്ളവർ വെമ്പൽ, ആ രൂപത്തിലുള്ള വേഷവിധാനം, ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെ ധരിക്കേണ്ടതല്ലാത്ത രൂപത്തിലുള്ള ചില വസ്ത്രധാരണങ്ങളിലൂടെ ആണുങ്ങളെ പോലെ ആ രൂപത്തിൽ എന്തൊക്കെയാണോ ആണുങ്ങളുടെ സ്വഭാവമെങ്കിൽ അനുകരിക്കാവുന്ന നിലക്ക് ഇന്ന് ലോകം അങ്ങോട്ടാ പോകുന്നത്. ആണുങ്ങൾക്കൊക്കെ പൂതി പെണ്ണിന്റെ കോലം കെട്ടാൻ, പെണ്ണിനൊക്കെ പൂതി ആണിന്റെ കോലം കെട്ടാൻ. അതുകൊണ്ട് കണ്ടിട്ടില്ലേ ചില ആണുങ്ങൾ താടിയും മീശയും ഒക്കെ വടിച്ചു വെളുപ്പിക്കും. എന്തിനാ? പെൺമോന്തയായി കിട്ടാൻ, പെണ്ണിന്റെ മോന്തയായി കിട്ടാനായി ഇവൻ എന്നും ഇത് ക്ലീനാക്കുന്നത്. ഇങ്ങനെ ക്ലീനാക്കിയിട്ട് അങ്ങനെ വടിച്ചു വശാക്കും. അതേ പെണ്ണിനെന്താണ്? പെണ്ണിനിങ്ങനെ ജീൻസും കോട്ടും ഇട്ടുകൊണ്ട് ആണുങ്ങളെ പോലെ അതേ പുറത്ത് നടക്കാനാണ് അവളുടെ താല്പര്യം. ഇങ്ങനെ ഓരോ രൂപത്തിലും ഞാൻ വിശദീകരിക്കാതെ തന്നെ ഉത്ബുദ്ധരായ നിങ്ങൾക്ക്, കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്, എങ്ങനെയൊക്കെ ആണ് പെണ്ണാവാൻ നോക്കുന്നു, പെണ്ണ് ആണാവാൻ നോക്കുന്നു, ഏതെല്ലാം രൂപത്തിൽ ചെയ്യുന്നു എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന പാപങ്ങളാണ്. മൂന്നാമത് പറയുന്നു വദ്ദയ്യൂസ്, അതേ കുടുംബത്തിലുള്ള തോന്നിവാസങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവൻ. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ കുടുംബത്തിൽ നടക്കുന്ന വൃത്തികേട് കണ്ടില്ല നടിക്കുന്നവൻ. കണ്ടില്ലാന്ന് നടിക്കുക. ഭാര്യ വ്യഭിചരിക്കാൻ പോകുന്നു, ഭാര്യ മോശപ്പെട്ടവളാണ്, അതല്ലെങ്കിൽ മകൾ മോശപ്പെട്ടവളാണ്, ഉമ്മ മോശപ്പെട്ടവളാണ്,
പെങ്ങള് മോശപ്പെട്ടവളാണ്. അതൊക്കെ അറിഞ്ഞിട്ടും അതാ ഭർത്താവ് സഹിക്കുകയാണ്. ഭർത്താവ് എന്ത് ചെയ്യുകയാണ്? അനുവാദം കൊടുക്കുന്നു, എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു. അങ്ങനെ വൃത്തികെട്ട രൂപത്തിലുള്ള സ്വഭാവങ്ങൾ നിലനിൽക്കുന്ന കുടുംബത്തിലെ മെമ്പർമാരുടെ സ്വഭാവങ്ങൾക്ക് അരുനിന്നു കൊടുത്തിട്ട് അതിനിങ്ങനെ റാൻമൂളികളായി നിന്നുകൊണ്ട് അവരോട് പറ്റി ജീവിക്കുന്ന ആളുകളില്ലേ, അവൻ ദയ്യോ, അവൻ വെറും പൊണ്ണനാണ്, പരലോകത്ത് വലിയ പാപിയുമാണ്, പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കില്ല. അതുകൊണ്ട് അരുതാത്തത് തന്റെ ഉത്തരവാദപ്പെട്ടവരില്ലെന്ന് കാണുമ്പോൾ സ്നേഹത്തോടെ അവരെ പറഞ്ഞു തിരുത്തിയിട്ട് സന്മാർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം അവൾ അങ്ങനെ തന്നെ നടക്കുന്നതിൽ വലിയ അഭിമാനിയാണ് ചില ആണുങ്ങൾ. എന്റെ പെണ്ണ് അങ്ങനെയാ നടക്കുന്നത്, അതിൽ വലിയ അഭിമാനം കൊള്ളുന്നവൻ. അതേ, ആ രൂപത്തിലുള്ള വൃത്തികെട്ട ഏത് രൂപത്തിലുള്ള വേഷമോ സ്വഭാവമോ നിലനിൽക്കുന്നുവെങ്കിലും അതിലൊക്കെ തനിക്ക് അഭിമാനമേയുള്ളൂ എന്ന അർത്ഥത്തിൽ എല്ലാത്തിനും മരുനിൽക്കുന്ന പൊണ്ണന്മാർ, ദയ്യൂസ്, അത്തരക്കാർക്ക് പരലോകത്ത് വലിയ അപമാനം തന്നെ. യഥാ കുടുംബജീവിതത്തിലെ സ്വകാര്യതയിലേക്ക് ആവശ്യമായ ഒരു നിയമവും നബി തങ്ങൾ പറയുന്നു. ഇന്നല്ലദീ യഅതി ഇംറഅതഹു ഫീ ദുബുരിഹാ ലാ യൻദുറുല്ലാഹു ഇലൈഹി. ഇണചേരുമ്പോൾ ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സ്വകാര്യതകളിൽ ഇസ്ലാമിന് നിയമങ്ങളുണ്ട്. അരുതാത്തതും അതേ അനുവദിക്കപ്പെട്ടതുമായ സംഗതികളുണ്ട്. അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. ആ കൂട്ടത്തിലതാണ് അതേ സംസർഗവേളയിൽ പാലിക്കേണ്ട മര്യാദയാണ്. ഒരിക്കലും ഗുദമൈഥുനത്തിൽ ഏർപ്പെടാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ശാപമുണ്ടാക്കുന്ന സംഗതിയാണ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൃത്തികെട്ട ലോകം വൃത്തികേടിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത്. വൃത്തികെട്ട ലോകം വൃത്തികേടിലേക്കാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. വൃത്തികെട്ട മീഡിയകൾ വൃത്തികെട്ടതാണ് കാണിക്കുന്നത്. അതിന് അരുനിന്നുകൊണ്ട് അതിൽ പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന ഈ ദുഷിച്ച ഏർപ്പാട് ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യൻദുറുല്ലാഹ്, അല്ലാഹ് അവരെ നോക്കൂല. അതും വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. ഈ രൂപത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ മഹ്ശറിൽ വേർതിരിഞ്ഞ് കാണപ്പെടുന്ന പടച്ചവന്റെ അവഗണനയും അവന്റെ ക്രോധവും അവനിൽ നിന്നുള്ള ശിക്ഷക്കുമൊക്കെ നിമിത്തമായി ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ മാത്രം, ആളുകൾക്കിടയിൽ അത് പ്രത്യേകം വേർതിരിഞ്ഞ് കാണാൻ മാത്രം വരുന്ന പാപങ്ങളാണ് എണ്ണിപ്പറയുന്നത്. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു ണ്ട്. മഹ്ശറിൽ അവരും വേർതിരിഞ്ഞ് കാണുകയാണ്. അതേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സൂചന പറഞ്ഞു മതിയാക്കിയില്ലേ? വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ആരെങ്കിലും വമൻ യഗ്ലുൽ, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആരാന്റെ സ്വത്ത് അവരറിയാതെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, തനിക്കർഹതപ്പെടാത്തവര് മുതല് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ, ആ വ്യക്തി അറിയാതെ, അതേ ഞാൻ സ്വകാര്യമായി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആ അടിച്ചെടുത്ത മനുഷ്യൻ അടിച്ചെടുക്കപ്പെട്ട വസ്തുവുമായി കൊണ്ട് ജനകോടികളുടെ മുമ്പിൽ അവനെ വഷളാക്കുന്ന നിലയ്ക്ക് ആ സാധനവും വഹിച്ചുകൊണ്ടവൻ വരവായി എന്നാണ് ഖുർആൻ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ വഞ്ചന നടത്തി മൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വരും ബിമാ ഗല്ല, അവൻ വഞ്ചിച്ചെടുത്ത സ്വത്തെന്താണോ ആ സ്വത്ത് അവന്റെ പെരടിയിൽ ബന്ധിക്കപ്പെട്ട നിലക്ക് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ വരികയാണ്. സുമ്മ തുവഫാ, പിന്നീട് പൂർത്തിയായി നൽകപ്പെടുന്നു. കുല്ലു നഫ്സിൻ, ഓരോരുത്തർക്കും മാ കസബത്, എന്താണ് സമ്പാദിച്ചതെങ്കിൽ, വഹും ലാ യുദ്ലമൂന, ഒരു നിലക്കും അവർ ദ്രോഹിക്കപ്പെടൂല. അതേ, ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുമ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, അയ്യതി ബിഹി, ഈ അടിച്ചെടുത്ത സാധനം എന്തുമാവട്ടെ
അതും കൊണ്ടവൻ മഹ്ശറിൽ വരും. ഹാമിലൻ ലഹു വലാ ളഹ്രിഹി വഅലാ റഖബതിഹി, അവന്റെ മുതുകിലും അവന്റെ പെരടിയിലും ആ വസ്തുവും ചുവന്നുകൊണ്ടാണ് അവൻ വരിക. മുഅദ്ദബൻ ബിഹംലിഹി വസിഖലിഹി, അതിന്റെ ഭാരവും അവനൊരു ശിക്ഷയാണ്. വമർഊബൻ ബിസൗതിഹി, ആ വസ്തു പുറപ്പെടുവിക്കുന്ന ശബ്ദവും അവന് ഭയാനകമാണ്. വമുവബ്ബഖൻ ബിഇദ്ഹാരി ഖിയാനതിഹി, അവനതാരും കാണാതെ എടുത്ത ഏർപ്പാടല്ലേ, ആ വഞ്ചിച്ചെടുത്ത സ്വത്ത് എന്തുമാകട്ടെ, ആ ഖിയാനത്തതാ വെളിവാക്കപ്പെട്ടുകൊണ്ട് അവൻ മഹ്ശറിൽ അപമാനിക്കപ്പെടുകയാണ്. അലാ റൂസിൽ അഷ്ഹാദ്, ജനകോടികളുടെ മുമ്പിലതാ അവൻ വഷളാക്കപ്പെടുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടതാ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പൊതുമുതലിൽ നിന്ന് കട്ടെടുക്കുന്ന അഴിമതി നടത്തുന്ന ഭരണാധികാരികളെ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയുടെ അനുവാദമില്ലാതെ അവിടുത്തെ വസ്തുക്കൾ അടിച്ചു മാറ്റുന്ന തൊഴിലാളികളെ, അതെ, വമിനൽ ഗുലൂലി ഗുലൂലുൽ ഹുക്കാമി വൽ മുവല്ലിഫീന വൽ ഉമ്മാലി വൽ ഗുലാത്തി മിനൽ അംവാലിൽ അമ്മ, പൊതുമുതലിൽ നിന്ന് അവരറിയാതെ അടിച്ചെടുക്കുന്ന ഭരണാധികാരികളാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും നേതാക്കളാണെങ്കിലും പ്രസിഡന്റ് സെക്രട്ടറിമാരാണെങ്കിലും ഭാരവാഹികളാണെങ്കിലും ലേബർ തൊഴിലാളികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, വഖദ് വല്ലഹർ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് വളരെ വ്യക്തമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു ഹദീസിലൂടെ. പ്രവാചകൻ അവിടുത്തെ കാലത്ത് ഓരോ വസ്തുക്കൾ അങ്ങനെ എടുത്തു പറഞ്ഞു. എടുത്തിട്ട് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ഒരു ദിവസം എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് ദാ പ്രസംഗിക്കുകയാണ്. ഫദക്കറൽ ഗുലൂല, ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ആരാന്റെ മുതല്, അടിച്ചെടുക്കുന്ന ആ രൂപത്തിൽ വഞ്ചിച്ചെടുക്കുന്ന സ്വത്തിന്റെ കാര്യം അവിടുന്ന് പറഞ്ഞു, പരാമർശിച്ചു. ഫഅല്ലമഹു, ആ കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു. വഅല്ലമംറഹു, ആ കാര്യത്തിന്റെ ആ വിഷയവും അതിന്റെ എല്ലാ തലസ്പർശിയായ വിവരണവും നബി തങ്ങൾ നടത്തിയിട്ട് പറയുന്നു, ലാ ഉൽഫിയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി ബഈറുൻ ലഹു റുഗാ യഖൂലു യാ റസൂലല്ലാഹ് അഗ്സിനി ഫഅഖൂലു ലാ അംലികു ലക ശൈആ ഖദ് അബ്ലഗ്തുക. ശരിക്കും ശ്രദ്ധിച്ചോളി, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഉൽഫിയന്ന അഹദകും, ഞാൻ നിങ്ങളെ കാണാൻ ഇടവരാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാൻ ഇടവരാതിരിക്കട്ടെ. എപ്പോൾ? യജീഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ ഒരാൾ വരുന്നത് ഞാൻ കാണാതിരിക്കട്ടെ, ഞാൻ നിങ്ങൾ ആ അവസ്ഥയിൽ കാണാതിരിക്കട്ടെ. എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? അലാ റഖബതിഹി, അവന്റെ പെരടിയിലുണ്ട് ബഈറുൻ, ഒരു ഒട്ടകം. അതേ, പൊതുമുതലിൽ നിന്ന് അടിച്ചെടുത്ത ഒട്ടകമാണ്. ആ ഒട്ടകത്തെ പെരടിയിൽ ചുമന്നിട്ടുണ്ട്. ലഹൂ റുഗാഉൻ, ആ ഒട്ടകം ഇങ്ങനെ കരയുന്നുണ്ട്. ഒട്ടകത്തിന്റെ ആ ശബ്ദം ഇങ്ങനെ ഈ മനുഷ്യന്റെ പെരടിയിൽ ഇരുന്നു കൊണ്ട് ആ ഭാരവും വഹിച്ച് ഒട്ടകത്തെയും ചുമന്ന് അലറുന്ന ഒട്ടകത്തെയും കൊണ്ട് ആളുകൾക്കിടയിൽ ഊരുചുറ്റുന്ന രംഗം ഞാൻ നിങ്ങളെ കാണാതിരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ എന്നെ കാണുമ്പോൾ യഖൂലു പറയും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഗ്സിനി, എന്നെ സഹായിക്കണേ നബിയേ. ഇതും പറഞ്ഞ് എന്നെ സമീപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുമ്പോൾ ഞാൻ എന്തേ പറയൂ? ലാം ലികുലക ശൈആ, നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ എന്നെ കൊണ്ടാവില്ല, നിനക്കൊരു സഹായവും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഖദ് അബ്ലഗ്തുക, ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞും പഠിപ്പിച്ചും തന്നവനാണ്. ഞാൻ അവിടുന്ന് അത് പറയാൻ നിൽക്കരുതേ, നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ലാ ഉൽഫിയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ഫറസുൻ, അതേ, കുതിരക്കുട്ടിയെയും കൊണ്ട് പെരടിയിൽ കുതിര, ശബ്ദിക്കുന്ന കുതിരയുമായി വരുന്നവനും ഇതേ അവസ്ഥ. പെരടിയിൽ ആട്ടിനെയുമായി കൊണ്ട്, കരയുന്ന ആടിനെയും പെരടിയിൽ വഹിച്ചുകൊണ്ട് മഹ്ശറിൽ വരുന്നവൻ. അതുപോലെ തന്നെ പെരടിയിലതാ അടിച്ചെടുത്ത ഒരു പുതപ്പാണെങ്കിലും ശരി,
പൊതുമുതലിൽ നിന്നുള്ള ഒരു ബ്ലാങ്കറ്റാണ്, ഒരു പുതപ്പാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തുണികളാണ്, ഏതെങ്കിലും വസ്തുക്കളാണ്. ഇനി അതാ ജീവനില്ലതോ ഇല്ലാത്തതോ ആയ ഏത് ചരാചരങ്ങളിൽപ്പെട്ട എന്ത് നിങ്ങൾ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ആ കട്ടെടുത്ത വസ്തുക്കൾ നിങ്ങളുടെ പെരടിയിൽ ചുമന്നിട്ട് ആളുകൾക്കിടയിൽ നിങ്ങൾ പരസ്യമായി ഇങ്ങനെ നടത്തിക്കുമ്പോ എന്നെ കാണുമ്പോ എന്നോട് സഹായിക്കണേ നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് ഇതൊക്കെ വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത വാചകങ്ങളാ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കേൾപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മാരകമായ രൂപത്തിലുള്ള ഏറ്റവും വലിയൊരു പാപം തന്നെയാണത് പൊതുമുതൽ. ഇന്നത്തെ ലോകത്തെയൊക്കെ പറയാനുണ്ടോ? കോടികളാണ് കെട്ടുമുടിക്കുന്നത്. കോടികൾ, 1 കോടി 2 കോടിയൊന്നുമല്ല. പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ പൊതുമുതലിൽ നിന്ന് അടിച്ചെടുക്കുന്ന കണക്കുകൾ എത്ര പൂജ്യം ഇട്ട് കൊടുത്താലും അധികമാവില്ല. അത്ര വലിയ രൂപത്തിലുള്ള വലിയ അഴിമതികളാണ് ലോകത്ത് നടക്കുന്നത്. വലിയവന്മാരങ്ങനെ, ചെറിയവന്മാരങ്ങനെ. ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മുതലാളി അറിയാതെ എങ്ങനെയൊക്കെ പൈസ വലിക്കാൻ പറ്റൂ. സാധാരണ പണ്ട് പ്രവാസികളെ കുറിച്ച് തമാശയിൽ പറയാറുണ്ട്, മുപ്പരിക്ക് വലിവിന്റെ അസുഖമുണ്ട്. നമ്മൾ വിചാരിക്കും ആസ്തമയാണ്. അല്ല, കാഷ്യറാണ്. എന്നിട്ട് എന്ത് ചെയ്യും? വലിക്കാണ്. വലിവിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ വലിക്കാണ്. എന്നിട്ട് അതിനൊക്കെ മസലി ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാർ. അത് പോകുമ്പോ അറബിനോട് പറഞ്ഞാൽ മതി. പോകുമ്പോ ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പതുക്കെ പറയാൻ ഞാൻ 500 അടിച്ചിട്ടുണ്ട് കേട്ടോ. പോയിക്കോ. അയാൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇതൊരു തമാശയായിട്ട് പറയാറുള്ളതാണെങ്കിലും പ്രിയ സഹോദരാ, ഇത് പ്രവാസികൾക്കിടയിൽ സുലഭം തന്നെ. രക്ഷപ്പെടൂല. ഒരു ദിർഹം പോലും അന്യായമായി പോക്കറ്റിൽ വന്നെങ്കിൽ ആരും അറിഞ്ഞില്ലെന്നല്ലേ വിചാരിച്ചത്? അലാ റൂസിൽ അശ്ഹാദ്, ജനകോടികളുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ പോകുന്നു. അന്യായമായതൊരാളത് എടുക്കണ്ട. അല്ലാതെ തന്നെ നമുക്കൊക്കെ എത്ര കണക്ക് പറയേണ്ടി വരും, എത്ര പറയേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് ഒരാളുടെ മുതലും നമ്മൾ അന്യായമായിട്ട് എടുക്കണ്ട. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. മുതലൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വളരെ ഗൗരവമാണ്. അതൊക്കെ ഒരു ചിന്തയിലേക്ക് തീരെ വിഷയീഭവിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയുന്നു, നമുക്കർഹതപ്പെടാത്തത് അടിച്ചു മാറ്റുന്നത് വലിയ ഒരു പാതകമാണ്. തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ. ചില ആൾക്കാരോട് തിരിച്ചു കൊടുത്തിട്ട് തൗബക്ക് തയ്യാറായ വലിയ വിഷയവുമായിരിക്കും. ഇങ്ങനെയുണ്ട് ഒരു പ്രശ്നം. കുറെ അടിച്ചു മാറ്റി, കുറച്ചൊക്കെ കണക്ക് എനിക്കറിയാം, എന്താ വേണ്ടെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്താ വേണ്ട? അയാളോട് പറയാ, ഞങ്ങൾ അറിയാതെ നിങ്ങളെ കടയിൽ നിന്ന് ഇടക്കിടക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു, പുറത്തു തരണം, ഞാൻ തൗബ ചെയ്യേണ്, ഇതാ പൈസ ഓർമ്മയുള്ളതൊക്കെ എന്ന് പറഞ്ഞ് കൊടുത്താൽ അയാളിലുണ്ടാവുന്ന പ്രതികരണം എന്താന്ന് പറയാൻ കഴിയൂല. പിന്നെ ഈ മനുഷ്യൻ സാലിഹായ മനുഷ്യനായിരിക്കും, ഇദ്ദേഹം നല്ല നിലക്കായിരിക്കും പറയുന്നത്. പിന്നെ ആ മുതലാളിക്ക് ഇയാൾ എന്നും വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ അതല്ലേ ആള്. അപ്പൊ പിന്നെ ചില തെറ്റുകൾ അങ്ങനെ അവരോട് ഏറ്റു പറയണ്ടെന്നാ പണ്ഡിതന്മാര് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാ? അടിച്ചെടുത്ത അങ്ങനത്തെ കാശും പണമൊക്കെ ഉണ്ടോ? നമുക്ക് അതിന്റെ ഒരു കണക്കുണ്ടോ ഏകദേശം? എങ്കിൽ ആരുടെ സമ്പത്താണോ ഞാൻ അടിച്ചെടുത്തതെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ അറിയാതെ ആ സമ്പത്ത് അങ്ങ് എത്തിക്കുക. ആ സമ്പത്ത് അങ്ങ് എത്തിച്ച് ബാധ്യതയിൽ നിന്ന് വിടിയിട്ട് പടച്ചോരോട് പറയാ, റബ്ബേ അറിയാതെ ചെയ്തു പോയതാണ്, നീ മാപ്പാക്കണം. എന്റെ കഴിവിന്റെ പരമാവധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ അതിൽ നിന്നിതാ ഒഴിവായിരിക്കുന്നു. ഇത് അദ്ദേഹത്തോട് എനിക്ക് തുറന്നു പറയാൻ നിവൃത്തിയില്ല. പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ഗുരുതരമായ, അതിനേക്കാൾ വലിയ ശർറായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഘട്ടം വരുമ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പണ്ഡിത ലോകത്തുള്ള ചർച്ചകളിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പ്രതിപാദനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും പ്രിയപ്പെട്ടവരെ, പരലോകത്ത് കിട്ടുന്ന അപമാനത്തെക്കാൾ വലുതല്ലല്ലോ ദുനിയാവിലെ ഒരു അല്പകാലത്തെ അപമാനം. ആ അപമാനം സഹിക്കേണ്ടി വന്നാലും ആഖിറത്തിൽ ഈ വസ്തുവും പെരടിയിൽ ചുമന്നിങ്ങനെ വരേണ്ടി വരിക. ഓരോരുത്തരെ അടിച്ചു മാറ്റിയ പൈസയും അതുപോലെ തന്നെ ഓരോ സംഗതികളും വസ്തുക്കളും സാധനങ്ങളും ഒക്കെ ആയിട്ട് മഹ്ശറിൽ ഇങ്ങനെ വരിക. ഇതിങ്ങനെ ഞാൻ മോഷ്ടിച്ചതാണോ, ഞാൻ കട്ടെടുത്തതാണോ എന്നും പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഈ പാപിയെ കൊണ്ട് ഊരു ചുറ്റിപ്പിക്കുന്ന, വഷളാക്കപ്പെടുന്ന രംഗം. വലാ തുഹ്സിനി, നീ എന്നെ അപമാനിക്കല്ല റബ്ബേ. യൗമ യുബ്അസൂൻ,
ആളുകളൊക്കെ പുനർജീവിപ്പിക്കപ്പെട്ടുകൊണ്ട് മഹ്ശറിൽ ഹാജരാക്കപ്പെടുമ്പോൾ നീ എന്നെ അപമാനിക്കരുതേ എന്ന് ദുആ ചെയ്തത് സാധാരണക്കാരനായ മനുഷ്യനല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ റസൂലാണ് തേടുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് മഹ്ശറിൽ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എത്രത്തോളം നമ്മളൊക്കെ സാധുക്കളാണ്, പാപികളാണ്, തെറ്റുകളിൽ മുഴുകുന്നവരാണ്, എത്രത്തോളം നമുക്ക് ശ്രദ്ധ വേണം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹിനോട് തേടുക, അപമാനിക്കരുതേ, അപമാനമുണ്ടാകരുതേ എന്ന്. ആ രൂപത്തിലുള്ള ഒരവസ്ഥയോളം ഉയരാൻ, വളരാൻ നമ്മളൊക്കെ പ്രാപ്തരാകണം. നമ്മളൊക്കെ പാപികളാണ്, സാധുക്കളാണ്. അള്ളാഹുവിന്റെ വലിയ ഫضലും അവന്റെ അഫ്വും അവനിൽ നിന്നുള്ള മാപ്പും അവനിൽ നിന്നുള്ള പാപമോചനവും ഒക്കെ കിട്ടാൻ ഏറ്റവും അർഹതപ്പെട്ട, അതിനൊക്കെ അത്രത്തോളം പാപികളായ ആളുകളാണ് നമ്മൾ. അള്ളാഹുവിനോട് തേടുക, പടച്ച റബ്ബ് കനിയും, അവൻ മാപ്പാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ പാപങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശ്രദ്ധ വളരെയേറെ നമുക്കുണ്ടാകണം. ഇനിയും പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയുള്ള വേറെയും ചില പാപികളും പാപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുകൂടി വിവരിക്കണം. റഹ്മാനുർ റഹീമായ നാഥൻ മഹ്ശറിൽ അപമാനിക്കപ്പെടുന്നവരവസ്ഥയിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ.